അസാധാരണമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സൈബർ ഇടങ്ങളിൽ കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും വേണ്ടി ചേരിതിരിഞ്ഞ് പ്രവർത്തകരും അനുഭാവികളും വലിയ തരത്തിൽ പ്രചാരണം കൊഴുപ്പിക്കുന്നതിനിടയിലാണ് എം.എൽ.എമാരുടെ പിന്തുണ ആർക്ക് ആണ് എന്ന് വ്യക്തമായി അറിയുന്നതിന് വേണ്ടി അജയ് മാക്കാനും മുകുൾ വാസ്നിക്കും ഉടൻ തലസ്ഥാനത്തേക്ക് എത്തുന്നത്. അവിടെ 63 കോൺഗ്രസ് എം.എൽ.എമാരെ നേരിൽ കണ്ടുകൊണ്ട് ഇവരുടെ പിന്തുണ ആർക്കാണ് എന്നറിയാനുള്ള ശ്രമമായിരിക്കും ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ നടത്തുക. അതേസമയം വി.ഡി. സതീശൻ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എം.എൽ.എമാരോട് രഹസ്യമായി ഓരോരുത്തരെയായി അടച്ചിട്ട മുറിയിൽ കാണാൻ ഇവർ തയ്യാറാകണമെന്ന ആവശ്യം വി.ഡി. സതീശൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഹൈക്കമാൻഡ് അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഈ 63 എം.എൽ.എമാരിൽ ഭൂരിപക്ഷം എം.എൽ.എമാരുടെയും പിന്തുണ, അതായത് 46 എം.എൽ.എമാരുടെ പിന്തുണ കെ.സി. പക്ഷത്തിനാണ് എന്നാണ് കെ.സിയെ അനുകൂലിക്കുന്നവർ മുമ്പോട്ട് വെക്കുന്ന സൂചന. ശേഷിക്കുന്നവരിൽ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവരുമുണ്ട്. പക്ഷേ ഈ എം.എൽ.എമാരിൽ ഭൂരിപക്ഷവും കെ.സി. വേണുഗോപാൽ അനുകൂലിക്കുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നതിനിടയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലപാട് ഈ വിഷയത്തിൽ നിർണായകമായി മാറും. കാരണം സംസ്ഥാനത്ത് ഇതൊരു വൈകാരികമായ തരത്തിലേക്ക് പ്രതികരണങ്ങൾ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. താഴെത്തട്ടിലുള്ള പ്രവർത്തകർ മുതൽ തെരുവിലേക്ക് ഈ മുഖ്യമന്ത്രി ആരാകണമെന്ന് പറഞ്ഞ് തങ്ങൾ അനുകൂലിക്കുന്ന നേതാവിന്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തി തെരുവിലുയർന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ തിരികെ എറണാകുളത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച അത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ട്. അങ്ങനെ ഒരു പ്രവർത്തകരെ നിരാശരാക്കാത്ത ഒരു തീരുമാനമേ ഹൈക്കമാൻഡിന് എടുക്കാൻ കഴിയൂ എന്നതാണ് സാഹചര്യം. എന്തായാലും നിലവിലെ നടപടിക്രമങ്ങളുടെ ഭാഗമായി നാളെ തന്നെ നിയമസഭാ കക്ഷി യോഗം, അതായത് ഈ 63 എം.എൽ.എമാരെ അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി അവരിൽ നിന്ന് നേരിട്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് അതിലെ വിവരങ്ങൾ കൂടി ഹൈക്കമാൻഡിനെ മുകുൾ വാസ്നിക്കും അജയ് മാക്കാനും ധരിപ്പിക്കും. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുക. ഡൽഹിയിൽ വെച്ച് ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി ഈ കാര്യങ്ങളെല്ലാം വിശദമായി മുതിർന്ന നേതാക്കൾ ചർച്ച ചെയ്യും. പിന്നീട് ഗാന്ധി കുടുംബം എടുക്കുന്ന നിർണായകമായ തീരുമാനമായിരിക്കും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി കസേരയിലേക്ക് ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുക.